കാവലിന് ഓപ്പോസിറ്റ് ഞാൻ റിലീസ് ചെയ്തത്. അതിൻ്റെ കോൺസിക്വൻസ് ഞാൻ ഭയങ്കരമായിട്ട് അനുഭവിക്കേണ്ടി വന്നു. 2 ദിവസം 25 lakhs ആണ് ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ 23 ആയി. ഒരു സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാൾ ചിന്തിക്കാത്ത പല പ്രശ്നങ്ങളും സിനിമയ്ക്ക് പിന്നിലുണ്ട്. ഇതൊക്കെ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുകയാണ്, സത്യം പറയാം. നടന്നൊരു സംഭവം, അതിന് എന്താണ് നടന്നത് എന്നുള്ള യഥാർത്ഥമായിട്ടുള്ള ചിത്രം കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വരച്ചു കാണിക്കുന്ന സിനിമയാണ് പൊങ്കാല. കുറച്ച് ആക്ടേഴ്സിൻ്റെ നല്ല തിരക്കാണ്, അതുകൊണ്ട് കുറച്ച് പേർക്ക് എത്തിച്ചേരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. മീഡിയാസിനെ എല്ലാവരെയും കാണണമെന്ന് അവർക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എത്തിച്ചേരാൻ കഴിയാത്തത് കൊണ്ടാണ്. എന്നാലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പൊങ്കാല മൂവിയുടെ പിന്നിൽ പ്രവർത്തിച്ചവരും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട നടന്മാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു കൈ കൊടുക്കാം. ഈ ഒരു ഈവനിങ്ങിൽ മീഡിയാസിനെ കാണാനായിട്ടും പൊങ്കാല സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനുമായിട്ടാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഒരു സിനിമ തുടങ്ങിയ സമയത്ത് നമുക്കറിയാം കുറേ സിനിമയുടെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിരുന്നു. അതുപോലെ ഡയറക്ടറിൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ സംഭവങ്ങൾ മനസ്സിലാവും. ആദ്യ ദിവസങ്ങളിലൊന്നും ഒരാൾ പോലും സിനിമയെ അങ്ങനെ നല്ല രീതിയിലൊന്നും പറഞ്ഞില്ല എന്നൊക്കെ സങ്കടം പറഞ്ഞു. പക്ഷെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ അതിഗംഭീരമായിട്ട് ഇപ്പോൾ ആളുകളെല്ലാം ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് സിനിമ കാണാനായിട്ട്. ഈ ഒരു സിനിമയുടെ ഈ ഒരു പ്രസ് മീറ്റിനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന, സക്സസ് സെലിബ്രേഷനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. റേച്ചൽ മൂവിയിലും എല്ലാം തന്നെ ആ ഒരു ഭാവങ്ങൾ പുറത്തെടുത്തിട്ടുണ്ട്. വല്ല ആക്ടിംഗ് ക്ലാസ്സിന് പോയിരുന്നോ? ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു 35 വർഷമായി സിനിമയിൽ. ഇനിയിപ്പോൾ ആക്ടിംഗ് ക്ലാസ്സിൽ പോകേണ്ട ഇതിനേക്കാളും കൂടുതൽ പഠിച്ചിട്ടുണ്ട് പല ഇതുമായിട്ട്. പിന്നെ നമുക്ക് ഓരോ വേഷങ്ങൾ കിട്ടുമ്പോഴല്ലേ നമ്മളതൊക്കെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. നമുക്കൊരു അവസരങ്ങളാണല്ലോ. ഇപ്പോൾ ഓരോരുത്തരെയും നമ്മൾ കാണുമ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താൽ അവർക്ക് കിട്ടുന്ന വേഷങ്ങൾ, അതുപോലെ തന്നെ ആ സിനിമ ഓടുമ്പോഴൊക്കെയാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ നന്നായിട്ടുണ്ടെന്ന് പറയുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എന്താ പറയുക, ഒരു നടന്ന സ്ഥലമായിട്ട് ഗംഭീരമായിട്ട് 4K സ്വന്തമായിട്ട് സിനിമ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ പിള്ളേർ. കൊച്ചു കുട്ടികൾ പോലെ ഇപ്പം നമ്മൾ ഒരു ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ കുട്ടികളെ 1 വയസ്സ് 2 വയസ്സുള്ള കുട്ടികളെ കളിപ്പാട്ടം കൊണ്ടാണ് കളിച്ചിരുന്നെങ്കിൽ ഇന്ന് മൊബൈൽ കൊണ്ടാണ് ആ പിള്ളേർ കളിക്കുന്നത്. അമ്മമാരും അവർ മൊബൈലാണ് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ ആസ്വദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മാറിപ്പോയി. അപ്പോൾ അവരെ ഒന്നും ഒരിക്കലും നമുക്ക് സിനിമ പഠിപ്പിക്കാൻ സാധിക്കില്ല. കാരണം അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒരു സിനിമയിൽ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ മകനാണ് ഇരിക്കുന്നത്, ഈ കിച്ചു ടെല്ലസ്. അപ്പോൾ ആ പിള്ളേരുടെയൊക്കെ അവരുടെ മനസ്സിൽ, അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സൂര്യ, ഇവരൊക്കെ ആയാലും അപ്പോൾ അവരുടെ കൂടെ ചെയ്യുമ്പോഴാണല്ലോ, അവരുടെ കൂടെ അഭിനയിക്കുമ്പോഴാണല്ലോ നമ്മൾ കണ്ടിരിക്കുന്ന സിനിമയല്ല. ഞാൻ ആദ്യം താങ്ക്സ് പറയുന്നു. നിങ്ങളാണ് എനിക്ക് എന്നും മാധ്യമത്തോടാണ് ഒരു വിശ്വാസം. മാധ്യമമാണ് സിനിമയെന്നല്ല നാട്ടിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് മാധ്യമം തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ നമ്പുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ബാബുചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് ക്രിട്ടിസൈസേഴ്സ് നമ്മുടെ സിനിമയെ കുറിച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഇതിനൊന്നും പ്രതികരിക്കാനോ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് എനിക്ക് അതൊരു പ്രചോദനമായിട്ടാണ് ഞാൻ കണ്ടത്. അവരൊക്കെ സിനിമ കണ്ടിട്ട് അവരതിനെക്കുറിച്ച്, അയാൾക്ക് ഇഷ്ടപ്പെടാത്തത് ഒരു വ്യക്തി ഒരു യൂട്യൂബ് ചാനലിൽ ഇരുന്നിട്ട് ഇത്രയും ഒരു വർഷത്തെ എഫേർട്ട്, ഇപ്പോൾ ബാബുചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു സിനിമ തിയേറ്ററിൽ എത്തുക എന്ന് പറഞ്ഞാൽ. നമ്മൾ ഞായറാഴ്ച ഇതുപോലൊരു ഈവൻറ്റ് ഇവിടെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഞായറാഴ്ച ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പൊങ്കാല എന്നൊരു ഫെസ്റ്റിവൽ അനുസരിച്ചിട്ട് റിലീസ് ചെയ്യുന്നൊരു സിനിമയാണ്, ഇത് ഭയങ്കര സംഭവം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ആ ഞായറാഴ്ച റിലീസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അതിൻ്റെ കാരണം സെൻസർ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അപ്പോൾ ഇത് എത്ര പേരോട് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും? ഐ കാൻ ഡു ദാറ്റ്. ജസ്റ്റ് എന്നെ സംബന്ധിച്ചിട്ട് എനിക്കത് കൺവേ ചെയ്യാൻ പറ്റിയത് എൻ്റെ പ്രൊഡ്യൂസറിൻ്റെ മാത്രമാണ്. അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പാർട്ണർ ഇവിടെ ഇല്ല. ഇവരൊക്കെ എൻ്റെ കൂടെ നിന്നു. ഞാൻ പറഞ്ഞ ഡേറ്റിൽ തന്നെയാണ് ഈ 5-ാം തീയതി റിലീസ് ചെയ്തത്. ഈ 5-ാം തീയതി എന്ന് പറഞ്ഞാൽ ഡിസംബർ 5-ാം തീയതി മമ്മൂക്കയുടെ, ഇവിടുത്തെ സിംഗം, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടൻ, അദ്ദേഹത്തിൻ്റെ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം ഇത് ഇറക്കരുത് എന്ന് പലപ്പോഴും എന്നോട് പലരും പറഞ്ഞു. ഞങ്ങൾക്കിടയിലും ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സമയപരിധികൾ അതിനനുവദിച്ചില്ല. അപ്പം നിങ്ങൾക്ക് ചോദിക്കും എന്താണ് മാറ്റി വെച്ചുകൂടെ ജനുവരിക്കും ഫെബ്രുവരിക്കും അടുത്ത വർഷത്തേക്ക്? അതൊന്നും സാധ്യമല്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സിനിമയ്ക്കകത്ത്. സിനിമ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൊരു സിനിമയാണിത്. ശ്രീനാഥ് ബാസിയെ പോലൊരു ആർട്ടിസ്റ്റിനെ, ഞാനത് ചെറുതാക്കി പറയുന്നതല്ല,
അദ്ദേഹത്തെ പോലെ ഒരാളെ വെച്ച് ഒരു സിനിമ ചെയ്യുമ്പോൾ കുറേ എന്താ പറയുക റെസ്ട്രിക്ഷൻസ് എനിക്കുണ്ടായിരുന്നു. പല സ്ഥലത്തു നിന്നുള്ള പ്രഷർ കൊണ്ടാണ് ഞാൻ ഈ സംഭവം കളങ്കാവലിന് ഓപ്പോസിറ്റ് ഞാൻ റിലീസ് ചെയ്തത്. അതിൻ്റെ കോൺസിക്വൻസസ് ഞാൻ ഭയങ്കരമായിട്ട് അനുഭവിക്കേണ്ടി വന്നു. 2 ദിവസം. ആദ്യത്തെ ദിവസം വെറും 25 lakhs ആണ് ഫസ്റ്റ് ഡേ കളക്ട് ചെയ്തത്. സെക്കൻഡ് ഡേ 23 ആയി. അപ്പോൾ തളർന്നു പോയി സത്യത്തിൽ. 2 ദിവസമായപ്പോഴത്തേക്കും അതായത് എൻ്റെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു എമൗണ്ട് അല്ല ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷേ 3-ാം നാൾ യേശുക്രിസ്തുവിനെ പോലെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് സത്യമാണ്. ഇത് ആരൊക്കെ വിശ്വസിച്ചാലില്ലെങ്കിലും മൗത്ത് പബ്ലിസിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലൊരു ക്രോറിലേക്ക് ഞങ്ങൾ എത്തി. ഇതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പരിപാടിയോട് വെച്ചത്. ചുമ്മാ ആൾക്കാരെ പറ്റിക്കാനോ ഒന്നുമല്ല, യാഥാർത്ഥ്യമാണ്. അത്രയധികം ആളുകൾ പടം അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കോൺഫിഡൻസിലാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഒരു യൂട്യൂബർ, അതായത് ഞാൻ മാധ്യമങ്ങളെയല്ല പറയുന്നത്, ഒരു സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാൾ ചിന്തിക്കാത്ത പല പ്രശ്നങ്ങളും സിനിമയ്ക്ക് പിന്നിലുണ്ട്. അയാൾ വന്നിരുന്നിട്ട് അയാൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം മാത്രമാണ് അവിടെ പറയുന്നത്. എന്തെന്നാ അയാൾ പറയുന്നത്? സിനിമയ്ക്ക് നെഗറ്റീവ് പറഞ്ഞാൽ മാത്രമാണ് അയാൾക്ക് ഫ്യൂച്ചർ ഉള്ളൂ, അയാളെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ, വ്യൂസ് ഉള്ളൂ. പക്ഷെ ഒരു സിനിമ ഉണ്ടാക്കുന്ന ഒരു കഥയ്ക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ട്, കുടുംബവും കുട്ടികളെ എല്ലാത്തിനെയും മറന്ന് നമ്മൾ സകലതും വിട്ട് ഒരു 3 മാസം ഏറ്റവും കൂടുതൽ ഒരു സിനിമയ്ക്ക് ചിലവാക്കുന്ന സമയം കഥയുണ്ടാക്കാനാണ്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞത് വെരി ഈസി. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരാഴ്ച മതി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ. എൻ്റെ വീട്ടിൽ 3 സ്ക്രിപ്റ്റ് ഇരിപ്പുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത പ്രോജക്റ്റ് ഇപ്പോൾ റെഡി ആയിരിക്കണം, ഇമ്മീഡിയറ്റ്ലി ഞാൻ അനൗൺസ് ചെയ്യും. പക്ഷേ ഞാൻ പറയുന്നത് ഒരു സിനിമ ഉണ്ടാക്കാൻ എടുക്കുന്ന നോർമൽ ഒരാൾ എടുക്കുന്ന എഫേർട്ട് അത് നിസ്സാരമായി കണ്ടിട്ടാണ് ഒരു യൂട്യൂബർ ഒരാൾ ഇരുന്നിട്ട് ചുമ്മാ പറയുകയാണ് അതിൻ്റെ ഇന്ന പ്രശ്നങ്ങളുണ്ട്. ഇയാൾ ടെക്നിക്കാലിറ്റി പഠിച്ചിട്ട് ഇയാൾക്ക് ഇത്രയും നോളജ് ഉള്ള ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നില്ല? ഇതൊക്കെ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുകയാണ്, സത്യം പറയാം. പക്ഷേ ഞാനിപ്പോൾ അതിനകത്ത് റിയാക്ട് ചെയ്യുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിട്ട് എനിക്കത് എനർജിയാണ് തന്നിരിക്കുന്നത്. ഞാൻ ഡബിൾ മടങ്ങ് ഓപ്പോസിറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടിട്ട് ഞാൻ മാത്രമല്ല, എൻ്റെ മൊത്തം ടീം, ഞങ്ങൾ എല്ലാവരും അതിന് അലേർട്ടായിട്ടാണ് പോകുന്നത്. മാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് കൃത്യമായി ഇത് എത്തിച്ചാൽ തന്നെ നമുക്ക് ഒരു നല്ലൊരു സിനിമ, ഇനി ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ പൊങ്കാല മാത്രമല്ല, ഇനി വരുന്ന എല്ലാ സിനിമകളും നല്ല സിനിമകൾ ജനങ്ങളിലേക്ക് എത്തട്ടെ. ഒരു 50% പേരാണ് നമ്മുടെ സിനിമ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചു 100-ൽ. ഈ 50 പേർക്ക് കാണാനുള്ള അവസരം പോലും കൊടുക്കാത്ത രീതിയിലാണ് ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അത് റോങ് ആണ്, അത് തെറ്റല്ലേ? അത് ചെയ്യാൻ പാടുണ്ടോ? പണ്ട് കാലത്തൊക്കെ ഈ യൂട്യൂബേഴ്സ് ഇരുന്നിട്ട് ഇതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്നിപ്പം നമ്മ കാണുന്ന നല്ല സിനിമകൾ ഉണ്ടായിരുന്നോ? ഉണ്ടാവൂല. എല്ലാം നശിച്ചു പോയാലേ, കലയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയധികം പ്രശ്നങ്ങൾക്കെതിരെ റിയാക്ട് ചെയ്യാൻ സമയമായിട്ടില്ല. ഞാൻ അതൊക്കെ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിട്ട് ഞാനിപ്പോൾ എൻ്റെ സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വളരെയധികം സന്തോഷം.